നമ്മൾ പിന്നെ സ്റ്റാർട്ടിംഗ് സെഷനാണ് അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ മാം പറഞ്ഞതുപോലെ തുടക്കത്തിൽ അവസാനമായപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് വർക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ക്ലാസ്സിന് കിട്ടിയ എനർജി അല്ലേ? ആർക്കെങ്കിലും രണ്ടുപേർക്ക് ഫീഡ്ബാക്ക് എടുത്ത് രണ്ടുപേർ ഞങ്ങൾ ജനാധിപത്യപരമായി ആരോടും പറയുന്നില്ല. ആദ്യം എഴുന്നേക്ക്. പിന്നെ ഒരു കാര്യം നോക്കണം, ഒരു കാര്യം നോക്കണം, എല്ലാവർക്കും അവസരം കിട്ടുവാനും കൂടി നോക്കണം. എന്റെ പേര് ഉഷശ്രീ, ചേർത്തല ഉപജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. മാം പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ഞാനൊരു താങ്ക്സ് പറയുകയാണ്. ഈ മാം ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു തന്ന അതിന് പുറകെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. മാം പറഞ്ഞു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നതായിരുന്നു മാമിന്റെ ടോപ്പിക് ഒക്കെ. ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്കിൽ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഹിഡൻ ട്രഷർ ഉണ്ടായിരുന്നു. ഓരോ ലെറ്ററും നമ്മളിങ്ങനെ വികസിച്ചിട്ടപ്പോൾ നമ്മൾ കുറെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ മാം ആദ്യം പറഞ്ഞത് 3 കാര്യങ്ങൾ. ഒന്നാമത്തെ ഫിയർ, പിന്നെ എംബാരസ്മെന്റ്, പിന്നെ എന്താണ് കോൺഫിഡൻസ് ഇല്ലായ്മ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ പോസിറ്റീവ് അഫർമേഷൻ ആണ്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, നമ്മളെ തന്നെ പോസിറ്റീവ് തിങ്കിങ്ങിനോട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ബെറ്റർ ആക്കി ഒരു ഗുഡ് ചോയ്സ് ആക്കി മാറ്റാൻ പറ്റാവുന്നതാണ്. മാം കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ എന്താണ് ഇതുപോലെ തന്നെ പ്രാവർത്തികമാക്കേണ്ട കുറെ കാര്യങ്ങൾ മാം ഞങ്ങൾക്ക് പങ്കുവെച്ച് തന്നു. മാമിന്റെ വളരെ മനോഹരമായ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ് നൽകിയത് മാമിന്റെ വളരെ ക്ലാസ്സുകളിൽ പ്രതിഫലിക്കുന്ന പോലെ പറയാം. ഇന്ന് എനിക്കിപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. കാര്യപരിപാടികൾ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പൊ അതിനാണ് പഞ്ചായത്ത് ക്ലാസിന്റെ പേര് പേഴ്സണാലിറ്റി ഈസ് ആർട്ടിഫിഷ്യാലിറ്റി. അതെനിക്ക് ഈ ക്ലാസ്സിൽ കിട്ടിയപ്പോൾ അതാണ് മനസ്സിലായത്. ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ എന്താണ് നമ്മളെല്ലാവരും കാരണം. പക്ഷെ അത് നമ്മളുടെ നിത്യമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് നരേന്ദ്ര ക്ലാസ്സിൽ കൂടെ മനസ്സിലായത്. ഓക്കെ, അത് വളരെ ഹിഡനായിട്ടുള്ള ഒരു ചെറുമാണ്. ഓക്കെ, പിന്നെ എല്ലാവരും വളരെ റിലക്റ്റഡ് ആയിട്ട് കാണുന്ന എല്ലാവരും തള്ളിത്തമായി നോക്കിച്ച് സ്മൈൽ എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും പരസ്പരം നോക്കി ചിരിക്കണം. ഞാൻ കോഴിക്കോട് കണ്ടുകൊണ്ട് ചിരിച്ച എല്ലാവരും ഈ ഇരുന്ന് ചിരിക്കുന്ന ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഞാൻ എല്ലാവരുടെ മുന്നിൽ കാണാറുണ്ട്. സോ സ്മൈൽ എന്ന് പറയുന്നത് വേറെ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് ശരിക്കും ഭയങ്കര ശ്രദ്ധിക്കും. പിന്നെ അതുകൂടാതെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നത് ഞാൻ ശരിക്കും വിചാരിച്ചില്ല. ഞാൻ ശരിക്കും ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അതിനേക്കാൾ കൂടുതലായി മനസ്സിൽ പ്രവർത്തിച്ചു. ശരിക്കും അതൊരു മനസ്സിലൊരു ആക്ടിവിറ്റി പോലെ ആയിരുന്നു മാറി. പിന്നെ ഇതിന്റെ ഓരോ ക്ലാസ്സും ഞാൻ മിസ്സിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആയിരുന്നു. എനിക്ക് പേഴ്സണാലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ ആ ഒരു ഹിഡൻ ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ മാഡത്തിന് വളരെയധികം ഹാർദവമായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, മാഡത്തിന്റെ പ്രൊഫൈൽ വായിച്ചിട്ട് വിഷയം കൊടുത്തത് ഞാനാണ്. പേഴ്സണാലിറ്റി ആർട്ടിഫിഷ്യാലിറ്റി എന്നുള്ളത് സൈക്കോളജിക്കൽ ടൈമാണ്. അത് നമ്മൾ പറഞ്ഞു നിർത്തി. എന്താ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ, അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് മാമിന്റെ വിഷയത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പൊ മാമിന്റെ ക്ലാസ്സിന്റെ കോർഡിനേറ്റർമാരുടെ എസ്കോർഡിംഗ് ടീച്ചേഴ്സിനെ ഉൾപ്പെടെ ഡിഡിയുടെ ഉൾപ്പെടെയുള്ള നന്ദി ഞങ്ങൾ കൊടുക്കുന്നില്ല, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഞങ്ങള് നിങ്ങൾക്കൊക്കെ ക്ലാസ് ഇതുപോലെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാമിന്റെ നമ്പർ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. അഡ്വൈസ് മേടിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു മാമിന്റെ ക്ലാസ് എല്ലാം തിരിച്ചുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന് അടുത്ത ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ടീം നമ്പർ 1 ഒന്നാണ് ഇപ്പൊ ചെയ്തത്. രണ്ടാമത്